ആയിട്ടുള്ള ഒരാൾക്ക് എന്തൊക്കെ സാധനങ്ങൾ, മേക്കപ്പിൽ ആദ്യമായിട്ട് വരുന്ന ഒരാൾക്ക് എന്തൊക്കെ സാധനങ്ങളാണ് നമുക്ക് യൂസ് ചെയ്യേണ്ടത്, ഏതൊക്കെ എപ്പോഴൊക്കെ യൂസ് ചെയ്യണം എന്നുള്ളത് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തി തരാട്ടോ നിങ്ങൾക്ക്. അപ്പോൾ ആദ്യം തന്നെ യൂസ് ചെയ്യേണ്ടത് ഒരു ബേസ് പ്രൈമറാണ്. അപ്പോൾ നിങ്ങൾക്കൊരു ഡ്യൂയി ഫിനിഷാണ് വേണ്ടത്, കുറച്ചൊരു അങ്ങനെ തിളക്കം കിട്ടുന്ന രീതിയിലുള്ള ഒരു പ്രൈമറാണ് ആവശ്യമുള്ളതെന്നുണ്ടെങ്കിൽ ഈ Maybelline Fit Meയുടെ ഈ ഒരു ഡ്യൂയി ആൻഡ് സ്മൂത്ത് ഈ ഒരു പ്രൈമർ ട്രൈ ചെയ്ത് നോക്കാം. അതല്ല കുറച്ചും കൂടി ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഭയങ്കര സപ്പിളായിട്ടുള്ള ഒരു പ്രൈമറാണ് നിങ്ങൾ ട്രൈ ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ലോറിയലിൻ്റെ ഈ ഒരു ബേസ് മാജിക് ഈ ഒരു പ്രൈമർ ട്രൈ ചെയ്ത് നോക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു നല്ലൊരു ഫൗണ്ടേഷൻ നിങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ എപ്പോഴും നല്ലൊരു ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫൗണ്ടേഷൻ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഈ ലോറിയലിൻ്റെ ഇൻഫാലിബിൾ ഫ്രഷ് വെയർ 24 hours ഈ ഒരു ഫൗണ്ടേഷനാണ്. ഇത് ലോങ് ലാസ്റ്റിംഗ് ആണ്, അതേ മാത്രമല്ല നല്ലൊരു ഡ്യൂയി ഫിനിഷാണ്. അത്രയ്ക്കും മാറ്റല്ല, കട്ട മാറ്റല്ല, കുറച്ചൊരു വെൽവെറ്റി ടെക്സ്ചറുള്ള ഒരു ഫൗണ്ടേഷനാണ് കേട്ടോ. അടുത്തത് ലോറിയലിൻ്റെ തന്നെ ഇപ്പം ഇറങ്ങിയിട്ടുള്ള ഒരു എന്താ പറയുക കോമ്പാക്ട് ഫൗണ്ടേഷനാണ്. ഇത് നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ്, അത് മാത്രമല്ല ഒരു പൗഡർ ഫൗണ്ടേഷൻ ഒരു രൂപത്തിൽ വരുന്ന ഒരു ഫൗണ്ടേഷനാണ് കേട്ടോ. ഇത് കണ്ടില്ലേ, ഭയങ്കര ഹൈ കവറേജ് ആണ്, ഒന്ന് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. നിങ്ങൾക്കിത് ഫൗണ്ടേഷനായിട്ടും അതേപോലെ തന്നെ ഒരു പൗഡറായിട്ടും യൂസ് ചെയ്യാൻ പറ്റും. കോമ്പാക്ട് പൗഡറാണ്, പക്ഷേ ഫൗണ്ടേഷൻ കോമ്പാക്റ്റ് ആണ്. അടുത്തത് നമ്മൾക്കൊരു ഫ്രഷ് ടിൻറ്റ്. നിങ്ങൾക്ക് ഫൗണ്ടേഷൻ ഒന്നും ഇടാൻ താല്പര്യമില്ല എന്നുള്ളവർക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് ഈ ഒരു ഫ്രഷ് ടിൻറ്റ്, Maybelline വൈറ്റമിൻ C ഫ്രഷ് ടിൻറ്റ്. ഇതിൽ 09 ആണ് എൻ്റെ ഷെയ്ഡ് വരുന്നത്. കുറച്ചൊരു മീഡിയം അതേപോലെ തന്നെ ഡസ്കി സ്കിൻ ടോൺകാർക്കൊക്കെ സ്യൂട്ട് ആവുന്ന ഷെയ്ഡാണ് 08, അതേപോലെ തന്നെ 09. ഇതിൽ ഏതെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇത് ഭയങ്കര ഒരു ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ളൊരു ഫിനിഷാണ്, അതായത് ഭയങ്കര ഹൈ കവറേജ് അല്ല, ഒരു മിനിമം കവറേജാണ് വരുന്നുള്ളൂ. അപ്പോൾ എന്തായാലും ഈ ഒരു ഫ്രഷ് ടിൻറ്റ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അധികം മേക്കപ്പ് ഇട്ട പോലെ തോന്നില്ല. പിന്നെ ഇതിൽ SPF 50 ഉണ്ട്, ആ ഒരു പോയിന്റും കൂടി ഉണ്ട്. അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾ. പിന്നെ നിങ്ങൾക്കൊരു നല്ലൊരു മസ്കാര വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് മസ്കാര ആണ് നമ്മുടെ ഈ ഒരു Maybelline സ്കൈ ഹൈ മസ്കാര. ഇത് ഭയങ്കര വോളി നമുക്ക് കിട്ടും, നമ്മുടെ ലാഷസിന് ഭയങ്കര വോളി അതേപോലെ തന്നെ ലെങ്ത് ഒക്കെ കിട്ടും. അപ്പോൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കാം. കണ്ടില്ലേ, ഇതിൻ്റെ വോണ്ട് കണ്ടില്ലേ, ഭയങ്കര ഫ്ലെക്സിബിൾ ആണ് നമുക്ക്. അപ്പോൾ ഈ ഒരു Maybelline സ്കൈ ഹൈ മസ്കാര വളരെ സൂപ്പറാണ്. അടുത്തത് നമുക്കിപ്പോൾ ബ്ലഷ് ഇടാൻ താല്പര്യമുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഈ ലോറിയലിൻ്റെ ഈ ഒരു പീച്ച് കളറ് വരുന്ന ഒരു ബ്ലഷ് നന്നായിട്ട് മാറ്റ് ഫിനിഷാണ് ഇതിന്. അതായത് ഇങ്ങനെ ചങ്കി ഗ്ലിറ്ററോ അങ്ങനത്തെ ഒന്നുമില്ല, ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വളരെ നാച്ചുറലായിട്ട് തോന്നിക്കുന്ന ഒരു ബ്ലഷാണ് ഈ ഒരു ലോറിയലിൻ്റെ ഈ ഒരു ബ്ലഷ് ഇട്ടാൽ. ഞാൻ ഇതിൻ്റെയൊക്കെ ലിങ്ക് താഴെ കൊടുക്കാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏതാണെന്നുള്ളത്. ഭയങ്കരമായിട്ട് നമുക്ക് നാച്ചുറൽ ഫിനിഷ് തരുന്ന ഒരു മാറ്റ് ഫിനിഷുള്ളൊരു ബ്ലഷാണ് കേട്ടോ. ഇത് നല്ല പീച്ച് കളറായിരിക്കും. പീച്ച് കളർ നമുക്ക് മീഡിയം അതേപോലെ തന്നെ കുറച്ചൊരു അങ്ങനത്തെ സ്കിൻ ടോണുള്ളവർക്കൊക്കെ നന്നായിട്ട് സ്യൂട്ടാവും. അടുത്തത് നിങ്ങൾക്ക് ഒരു മിനിമൽ ആയിട്ടുള്ള ഒരു ഐ ലുക്കൊക്കെ ട്രൈ ചെയ്ത് നോക്കണം. വലിയ ഇതിലൊന്നും താല്പര്യമില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഐ ഷാഡോ പാലറ്റാണ് ഈ ലോറിയലിൻ്റെ മിനി ഐ ഷാഡോ കിറ്റ്. ഒരുപാട് കളേഴ്സൊന്നും ഉണ്ടാവില്ല, അതിൽ ബേസിക് ആയിട്ടുള്ള കുറച്ച് കളേഴ്സ് നമുക്ക് ഈ കണ്ടില്ലേ, ഒരു ബേസിക് ആയിട്ടുള്ള നിങ്ങൾക്കൊരു ലുക്ക് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കേണ്ട കുറച്ച് കളേഴ്സാണ് ഇതിൽ വരുന്നത്. ഈ മിനി ഐ ഷാഡോ കിറ്റാണ് കേട്ടോ. അടുത്തത് നിങ്ങൾക്കൊരു ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ലിപ്സ്റ്റിക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു ലിപ്സ്റ്റിക്കാണ് ഈ Maybelline വിനൈൽ ഈ ഒരു റേഞ്ചിൽ വരുന്ന സൂപ്പർ സ്റ്റേ ഇങ്ക് വിനൈൽ റേഞ്ചിൽ വരുന്ന ലിപ്പി എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡ് നമ്പർ 10. ഇതൊരു 6 hours 7 hours എന്തായാലും നിൽക്കും, അത്രയും ലോങ് ലാസ്റ്റിംഗ് ആണിത്. അടുത്തത് വരുന്നത് നമുക്ക് എന്താ പറയുക, ഐലൈനർ വരയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ലോങ് ലാസ്റ്റിംഗ്, അതായത് കട്ട മാറ്റ് കളർ അല്ലെങ്കിൽ ജെറ്റ് ബ്ലാക്ക് കളർ ഒരു കാജൽ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലോറിയലിൻ്റെ ഈ ഒരു എന്താ പറയുക സൂപ്പർ ലൈനർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോട്ടിൽ വരുന്നതാണ് കേട്ടോ. നമുക്കിങ്ങനെ ഒരു ബ്രഷും കൂടി ഇതിലുണ്ടാവും, കണ്ടില്ലേ, ഇങ്ങനെ ഒരു ബ്രഷും കൂടി ഉണ്ടാവും. അത് നമുക്കിങ്ങനെ നല്ല രസമുള്ള ഒരു ഫിനിഷിങ് കിട്ടും. അപ്പോൾ ഇത് എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം.
അടുത്തത് നമുക്ക് ഐബ്രോ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബെസ്റ്റ് ഒരു ഐബ്രോ കിറ്റ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ എന്തായാലും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ് ഈ ഒരു ലോറിയലിൻ്റെ ബ്രോ ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കിറ്റ് കേട്ടോ. ഇതിലെങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ കണ്ടില്ലേ, ഒരു സ്പൂളിയും അതേപോലെ തന്നെ 2 സൈഡിലും ഒരു പാനൽ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും കുറച്ച് ഒന്ന് ലൈറ്റും അതേപോലെ തന്നെ ഒന്ന് ഡാർക്കും ആയിട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്ക് സ്പൂളിയും കിട്ടും, അതേപോലെ തന്നെ ഒരു സൈഡിൽ ബ്രഷും കിട്ടും. അപ്പോൾ നമുക്ക് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ഈസിയാണ്. കുറച്ച് പ്രൈസ് ഉണ്ടെന്നുണ്ടെങ്കിലും അതിൻ്റെ ക്വാളിറ്റി നല്ല ക്വാളിറ്റിയുള്ള ഒരു ഐബ്രോ കിറ്റാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത്രയാണ് നമുക്കൊരു ബിഗിനർക്ക് വേണ്ടിയിട്ടുള്ള ഒരു മേക്കപ്പ് കിറ്റ്. നമുക്ക് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് ഒരുപാട് ഹെൽപ്ഫുള്ളായിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ കൂടി കാണാം.